ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 27 പാലാഴി മഥനം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10, 11. വജ്രാദിസ്ഥിരധരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുകരഗതേന വർഷ്മണാത്വം നിർമ്മഗ്നം ക്ഷിതിധരനാദം ഉന്നിനേധ. സർവവ്യാപിയായ അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ മുതുകല്ലുള്ളതും 1,00,000 യോജന വലിപ്പമുള്ളതും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയതുമായ ഉടലുകൊണ്ട് സമുദ്രത്തിൽ താണുപോയ മന്ദരത്തെ പൊക്കിയെടുത്തു നേരെ നിർത്തി. ശ്ലോകം 8. ഉന്മഗ്നേ തടിതി തദാധരാധരേന്ദ്രേ നിർമേദുർദൃഢമിക സമ്മതേന സർവേ ആവിശ്യദ്വിതയഗണേയപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവിവൃതസ്ഥാൻ. പർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സന്തോഷിച്ചു. ദേവാസുരന്മാർ മഥനം ചെയ്തു തളർന്നപ്പോൾ അങ്ങ് ഇരുകൂട്ടരിലും വാസുകിയിലും പ്രവേശിച്ച് അവരുടെ തളർച്ച തീർത്ത് അവർക്ക് വേണ്ടത്ര ശക്തി പകർന്നു. മദനം ത്വരിതപ്പെടുത്തി. ഭഗവാൻ അവർക്ക് ബലവും വീര്യവും പകർന്നതിനാൽ പാലാഴി മഥനം തടസ്സം കൂടാതെ തുടർന്നു. ശ്ലോകം 9. ഉദ്ധാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര നിസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാത് ഉത്ഭ്രാന്താനുനുവൂർ ഉപാത്ത പുഷ്പവർഷാഹ. പാലാഴി കടഞ്ഞപ്പോൾ ശക്തിയേറിയ തിരച്ചിലിൻ്റെ വേഗം നിമിത്തം മന്ദരം പൊങ്ങി വന്നു. അത് കണ്ട ഭഗവാൻ പർവ്വതത്തിന്മേൽ ഒരു കരപങ്കജം വച്ച് നിന്നു. അപ്രകാരം നിന്ന ഭഗവാനെ കണ്ട ബ്രഹ്മാവും ശിവനും ദേവകളുമെല്ലാം സന്തോഷപരവശരായി പുഷ്പവൃഷ്ടി ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തു. ശ്ലോകം 10. ദൈത്യൗഗേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷൻ അമരഗണാന്നദൈത്യസംഘാൻ. ഭഗവാൻ അടിയിലും മുകളിലും താങ്ങി മന്ദരത്തെ സമനിലയിൽ നിർത്തിയപ്പോൾ മദനം തുടർന്നു പോകവേ വാസുകിയുടെ മുഖത്തു നിന്നും വമിച്ച വിഷവായു തട്ടി സുരന്മാർ അവശരായി. ദേവന്മാർക്കും അല്പാൽപ്പം വിഷമത അനുഭവപ്പെട്ടപ്പോൾ അങ്ങ് കൃപാപൂർവം മഴമേഘങ്ങളെ വർഷിപ്പിച്ച് ദേവകൾക്ക് ആശ്വാസമേകി. എന്നാൽ അസുരന്മാരിൽ വർഷിച്ചില്ല. ദേവന്മാരോടുള്ള അതിവാത്സല്യം ഇവിടെ ദൃശ്യമാകുന്നു. ശ്ലോകം 11. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ദൗ ചിരമിതി ദേയഭി നിർവേകാരേ
ഏകസ്ത്വം കരയുഗ കൃഷ്ടസർപ്പരാജക സംരാജൻ പാവനപുരേശ പാഹിരോഗാത്. ദേവാസുരന്മാർ വളരെ നേരം പാലാഴി കടഞ്ഞിട്ടും ഒരു മാറ്റവും കാണാത്തതിനാൽ ഭഗവാൻ ഒറ്റയ്ക്ക് വാസുകിയുടെ തലയും വാലും രണ്ട് കൈകൊണ്ടും പിടിച്ച് പാലാഴി കടഞ്ഞുവെന്നാണ് ഇവിടെ നാരായണീയത്തിൽ പ്രതിപാദിക്കുന്നത്. ജലജീവികൾ ധാരാളമായി കൂട്ടം കൂട്ടമായി പാഞ്ഞു തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിന് വളരെ നേരം കടന്നിട്ട് മാറ്റമൊന്നും കാണാഞ്ഞതിനാൽ ഭഗവാൻ രണ്ട് കൈയും നീട്ടി വാസുകിയുടെ തലയ്ക്കിലും വാലും വലിച്ചു പിടിച്ച് ഒറ്റയ്ക്ക് തന്നെ കടഞ്ഞു. ആ രൂപത്തിലുള്ള നിന്തിരുവടി എൻ്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നമസ്തേ. അടുത്ത ഭാഗം ദശകം 28 ലക്ഷ്മി സ്വയംവരം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.